അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബ്ബാസി ഖിലാഫത്തിൻ്റെ ഉദയവും അബ്ബാസി ഖലീഫന്മാർ അവരുടെ ജീവിതവും അതുപോലെ തന്നെ അവർ ഇസ്ലാമിക ലോകത്ത് അവർ നടത്തിയ നേട്ടങ്ങളും അബ്ബാസി ഖിലാഫത്തിൻ്റെ പതനവും അതിലേക്ക് നയിച്ച കാരണങ്ങളുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കറിയാം, അബ്ബാസി ഖിലാഫത്ത് ഉദയം കൊള്ളുന്നത് 750-ലാണ്. ഏകദേശം 745 44-45 തന്നെ ഇസ്ലാമിക ലോകത്ത് അന്നുണ്ടായിരുന്ന ഇസ്ലാമിക അധികാര ശക്തിയായ ഉമയ്യ ഖിലാഫത്ത് ദുർബലമാവുകയും മർവാൻ രണ്ടാമൻ്റെ നേതൃത്വത്തിൽ അവസാന ഖലീഫ എന്ന് വിളിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തെയാണ്. മർവാൻ രണ്ടാമനാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ നിരവധി ആഭ്യന്തര പ്രശ്നങ്ങൾ, പ്രാദേശിക പ്രശ്നങ്ങൾ, മതപരമായ വിവിധ ഗ്രൂപ്പുകളുടെ ഉയർത്തെഴുന്നേൽപ്പ്, അത് ഷിയഈ വിഭാഗങ്ങളുടെ ശക്തിയാർജിച്ച ഒരു സാഹചര്യം, അബ്ബാസി റവല്യൂഷൻ നടക്കുന്ന അബുൽ അബ്ബാസ് സഫാഹിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സെൻട്രൽ ഏഷ്യ, അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യ, ഇറാൻ, ഇറാഖ് ആ ഭാഗങ്ങളിലെല്ലാം അബ്ബാസി റവല്യൂഷൻ ശക്തമാവുന്ന ഒരു സാഹചര്യം. അതിൻ്റെ കൂടെ ഈ ഉമയ്യ ഖിലാഫത്തിൽ തന്നെ അവർ നേരിട്ട ആഭ്യന്തരമായ ഒരുപാട് പ്രശ്നങ്ങൾ, അതിൽ ടാക്സേഷനുമായി ബന്ധപ്പെട്ട് വിവിധ നോൺ മുസ്ലിങ്ങൾക്കിടയിലും അല്ലെങ്കിൽ പുതുതായി ഇസ്ലാം സ്വീകരിച്ച മവാലികളെന്നറിയപ്പെടുന്ന ആൾക്കാർക്കെതിരെയും അവർ വീണ്ടും ഉമർ രണ്ടാമൻ്റെ കാലത്തിന് ശേഷവും വീണ്ടും ചെലുത്താൻ ശ്രമിച്ച ചില ടാക്സേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അറബ് വൽക്കരണം ഈ അഡ്മിനിസ്ട്രേഷൻ രംഗത്തും ഭരണതലത്തിലും ഉദ്യോഗസ്ഥ വൃന്ദത്തിലുമെല്ലാം നടപ്പിലാക്കിയ ആ ഒരു സാഹചര്യം, അതിനെതിരെ പേർഷ്യൻ തുർക്ക് വംശജരുടെ എല്ലാം ഒരു അപ്രീതി, അതുപോലെ തന്നെ സ്വാഭാവികമായും ഒരു ഖിലാഫത്ത്, ഒരു സിവിലൈസേഷൻ, ഒരു 661 മുതൽ 750 വരെ നീണ്ടു നിന്ന ഈ ഒരു ഖിലാഫത്തിൻ്റെ ഒരു നാഗരികമായ തളർച്ചയ്ക്കും പ്രധാനപ്പെട്ട കാരണം ഇവരുടെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തെ കൊള്ളരായ്മകളും അഴിമതിയും സ്വജനപക്ഷപാതിത്വവും മോറൽ സദാചാര വിഷയങ്ങളും കൂടി അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഈ കാരണങ്ങൾ തന്നെയാണ് അബ്ബാസി ഖിലാഫത്തിൻ്റെ, അവരുടെ ഉമയ്യ ഖിലാഫത്തിൻ്റെ തകർച്ചയുടെ കാരണങ്ങൾ എന്താണോ അത് തന്നെയാണ് അബ്ബാസി ഖിലാഫത്തിൻ്റെ ഉയർച്ചയ്ക്കും ഉദയത്തിനും കാരണങ്ങളായി വർത്തിച്ചത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂവ്മെൻറ്റുകളാണ് അബുൽ അബ്ബാസ് സഫാഹിൻ്റെ നേതൃത്വത്തിലുള്ള അബ്ബാസി മൂവ്മെൻറ്റും, അതുപോലെ തന്നെ ഈ ബനു ഉമയ്യ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച അഹ്ലു ബൈത്ത് ഫാമിലി, അവരുടെ ഒരു സപ്പോർട്ടും വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കിയ അവരുടെ ചില റിവോൾട്ടുകളും അപ്രൈസിങ്ങുമെല്ലാം ഈ ഒരു സാഹചര്യത്തിൽ അബ്ബാസി ഖിലാഫത്തിനെതിരെ ശക്തമായ ഒരു റിവോൾട്ട് അല്ലെങ്കിൽ ഒരു അബ്ബാസി ഖിലാഫത്തിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ കാരണമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അറബൈസേഷൻ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട്, ഉമയ്യ ഖിലാഫത്തിൻ്റെ അറബൈസേഷൻ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് പേർഷ്യക്കാരും അതുപോലെ തന്നെ ബൈസാൻഡിയൻ തുർക്ക് വംശജരുമായ അന്നത്തെ ഖിലാഫത്തിൻ്റെ വിശാലമായ പ്രദേശങ്ങളിൽ താമസിച്ച നോൺ അറബ് സിറ്റിസൺസ് ആയിരുന്നു എന്നുള്ളതും കൂടി ഒരു പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ്. ഈ ഒരു അനുകൂല സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അബുൽ അബ്ബാസ് സഫാഹ് 750 സേബ് റിവർ സേബ് എന്ന നദീതടത്തിൽ വെച്ചുകൊണ്ട് അവിടെ യുദ്ധം സംഭവിക്കുകയും ആ യുദ്ധത്തിൽ മർവാൻ രണ്ടാമനെ പരാജയപ്പെടുത്തുകയും അങ്ങനെ കൂഫ അടക്കമുള്ള പ്രദേശങ്ങൾ അദ്ദേഹം കീഴടക്കുകയും അവിടെ വെച്ച് അതിനുശേഷം 750 പുതിയ ഖലീഫയായി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇതോടുകൂടിയാണ് അബ്ബാസി ഖിലാഫത്തിൻ്റെ രൂപീകരണം സംഭവിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ പിന്നീട് സംഭവിക്കുന്നത്, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ അബ്ദുറഹ്മാൻ ദാഖിൽ
സ്പെയിനിലേക്ക് അവിടെ എത്തുകയും ഒരു 6 വർഷത്തെ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി മറ്റൊരു ഉമയ്യ എമിറേറ്റ് സ്ഥാപിക്കുവാനും കഴിഞ്ഞു എന്നത് നമുക്കറിയാം. എന്നത് ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഈ ബനു ഉമയ്യയുടെ സ്പെയിനിലുള്ള ഈ ഒരു എമിറേറ്റും പിന്നീട് 929 ശേഷം അവർ തന്നെ സ്ഥാപിച്ച അബ്ദുറഹ്മാൻ മൂന്നാമൻ സ്ഥാപിച്ച ഉമയ്യ ഖിലാഫത്തും, സ്പെയിനിലെ ഉമയ്യ ഖിലാഫത്തും അത് അബ്ബാസി ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്ര നിമിഷവും കൂടി ആണ്. കാരണം പല സന്ദർഭങ്ങളിൽ ഇവരെ എതിർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ഉമയ്യ ഖിലാഫത്ത്, കൊർദോവയിലെ സ്പെയിനിലെ ഉമയ്യ ഖിലാഫത്ത് അബ്ബാസികളുടെ സൈനിക പര്യടനങ്ങളെ പരാജയപ്പെടുത്തിയതായും നമുക്ക് പിൽക്കാലത്ത് കാണുവാൻ കഴിയും. അപ്പോൾ ഈ ഒരു തുടക്കത്തിൽ നിന്നാണ് അബ്ബാസി ഖിലാഫത്തിൻ്റെ ചർച്ച തുടങ്ങുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം 750 മുതൽ 1258 വരെ നീണ്ടു നിൽക്കുന്ന ഒരുപാട് വ്യാവസായിക, വ്യാപാര, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ, മതപരമായ എന്നു തുടങ്ങിയ ഒട്ടുമിക്ക മേഖലകളിലും നവോത്ഥാനമുണ്ടാക്കിയ ഒരു ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടം എന്ന് അറബ് പേർഷ്യൻ സാഹിത്യകാരന്മാർ ഏറ്റവും കൂടുതൽ എഴുതിയ ഒരു ഖിലാഫത്തും കൂടിയാണ് ഈ അബ്ബാസി ഖിലാഫത്ത്. ഈ അബ്ബാസി ഖിലാഫത്തിൻ്റെ ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം എന്ന് വിളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അങ്ങനെ വിശേഷിപ്പിച്ച ചരിത്രകാരന്മാർ ഒന്നുകിൽ അറബ് അല്ലെങ്കിൽ പേർഷ്യൻ വംശജരാണ് എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം 1300-കൾ മുതൽ തുടങ്ങിയ 19-ാം നൂറ്റാണ്ട് വരെയെങ്കിലും ശക്തമായി, 20-ാം നൂറ്റാണ്ട് തുടക്കം വരെയെങ്കിലും ശക്തമായി നിലനിന്നിരുന്ന ഉസ്മാനിയ ഖിലാഫത്തിൽ പോലും ഒരു തരത്തിലുള്ള ഗോൾഡൻ ഏജ് നിലനിന്നിരുന്നു എന്നതും കൂടി നമ്മൾ അറിയണം. പക്ഷേ ചരിത്രത്തിൽ ഒരു തുർക്ക് വിരുദ്ധ സമീപനം ഉള്ളതുപോലെയാണ് ചരിത്ര വീക്ഷണങ്ങൾ, ചരിത്രത്തെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ നോക്കിയാൽ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ 1300 മുതൽ 20-ാം നൂറ്റാണ്ട് തുടക്കം വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു ഭരണകാലഘട്ടത്തിൽ ഉണ്ടായ വ്യാവസായിക, സാമൂഹിക, വൈജ്ഞാനിക, മിലിറ്ററി, രാഷ്ട്രീയ മേഖലയിലുള്ള ഈ ഉണർവുകളൊക്കെയും അത് ഗോൾഡൻ ഏജായി പരിഗണിക്കുന്നില്ല എന്നതും കൂടി ഒരു ക്രിറ്റിസിസമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഈ ഒരു നിരൂപണത്തോടു കൂടിയാണ് നമ്മൾ എങ്ങനെയാണ് അബ്ബാസി ഖലീഫമാർ അവരുടെ ഒരു ഭരണതന്ത്രം നിർണയിച്ചിരുന്നത് എന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അബുൽ അബ്ബാസ് അസ്സഫ എന്ന് വിളിക്കപ്പെടുന്ന അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് അസ്സഫ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേർ എന്ന ആളാണ് അബ്ബാസി ഖിലാഫത്തിൻ്റെ ഫൗണ്ടറായി മാറുന്നത്. 750 മുതൽ 54 വരെ നീണ്ടു നിൽക്കുന്ന 4 വർഷത്തെ, 4 അല്ലെങ്കിൽ 55 എന്നും പറയുന്നുണ്ട്, 5 വർഷത്തെ ഭരണം ഖലീഫയായി അദ്ദേഹമാണ് ഭരിച്ചത്. അതുപോലെ തന്നെ സ്വാഭാവികമായും അബ്ബാസി ഡൈനാസ്റ്റി എന്നുള്ള പേര് തന്നെ രൂപപ്പെടുന്നത് അത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനിലേക്ക്, അതായത് അഹ്ലുൽ ബൈത്തിലേക്ക് തന്നെ കണക്ട് ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ടാണ് ഇത് ഖിലാഫത്തുൽ അബ്ബാസിയ എന്ന പേരിൽ അറിയപ്പെടുവാൻ കാരണം. ഈ ഒരു കണക്ഷൻ തന്നെ, അതായത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിലേക്കുള്ള ഈ ഒരു കുടുംബപരമായ കണക്ഷൻ തന്നെ അബ്ബാസി ഖിലാഫത്തിനെ ഒരു റിലീജിയസ് ലെജിറ്റിമസി നൽകുവാനും പ്രധാനമായി ഉപകരിച്ചിട്ടുണ്ട് എന്നതും കൂടി മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ അഹ്ലുബൈത്ത് ഫാമിലിക്കിടയിൽ, അലി പക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അബ്ബാസി ഖിലാഫത്തിനോടുള്ള അല്ലെങ്കിൽ അബ്ബാസി റവല്യൂഷനോടുള്ള പിന്തുണ ശക്തിയായി ലഭിക്കുന്നതിലും ഈ അബ്ബാസ് ഇബ്ൻ അബ്ദുൽ മുത്തലിബിൻ്റെ ആ പേരും ആ ഒരു കണക്ഷനും അവർക്ക് കൂടുതൽ ഉപകാരപ്പെട്ടു എന്നുള്ളതും കൂടി പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആ പേരിൽ നിന്ന് തന്നെയാണ് അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് അസ്സഫ എന്ന ഭരണാധികാരി, എന്ന ഖലീഫ 750 മുതൽ 754 വരെയുള്ള കാലഘട്ടങ്ങൾ, 4 വർഷം നീണ്ട ഭരണ കാലഘട്ടത്തിൽ അദ്ദേഹം അബ്ബാസി ഖിലാഫത്ത് ഭരിക്കുന്നത്.
ഈ ഒരു എങ്ങനെയാണ് അദ്ദേഹം അധികാരത്തിലേക്ക് എത്തിയതുമെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇറാൻ, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, സെൻട്രൽ ഏഷ്യയിലെ ഇന്നത്തെ സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളായ വിവിധ കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ അടക്കമുള്ള വിവിധ തുർക്കുമൻ, ഖസാഖ്, ഉസ്ബെക് ഗോത്രങ്ങളുടെയും സപ്പോർട്ടോടുകൂടി, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ ബാക്കിയുള്ള അഹ്ലു ബൈത്ത് ഫാമിലിയുടെ സപ്പോർട്ടും ഇദ്ദേഹത്തിന് ലഭിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഈ ഒരു വികാരം, ഒരു രാഷ്ട്രീയ വികാരം, അതുപോലെ തന്നെ അറബൈസേഷൻ പ്രൊജക്റ്റ് എന്ന ബനു ഉമയ്യ ഖിലാഫത്തിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി, അതിനെതിരെയുള്ള ഒരു നീക്കം, ഇതെല്ലാം ഇദ്ദേഹത്തിന് അനുകൂലമായി വരുന്നു എന്നതുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തിന് അവിടെ ഖിലാഫത്ത് സ്ഥാപിക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കണം. മറ്റൊന്ന്, ഷിഈ ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്സിൽ ഈ ബനു ഉമയ്യ ഖിലാഫത്തിൻ്റെ ഷിഈ വിരുദ്ധ, അതായത് അവർ ഇന്ന് ഷിഈ വിരുദ്ധ എന്നാണ് മനസ്സിലാക്കുന്നതെങ്കിൽ അന്ന് അഹ്ലു ബൈത്ത് വിരുദ്ധമായ സമീപനങ്ങൾക്കെതിരെ ഒരാൾ പൊങ്ങി വരുമെന്നും, ഒരു വ്യക്തി, മഹാനായ വ്യക്തി പൊങ്ങി വരുമെന്നും ഈ ഒരു മർദ്ദനങ്ങളെ ഇല്ലാതാക്കുമെന്നുമുള്ള ഒരു വായന ശക്തമാവുകയും ആ വായന അബുൽ അബ്ബാസ് സഫാഹിൻ്റെ വിജയത്തോട് ചേർത്ത് വായിക്കുകയും അതുകൊണ്ട് തന്നെ അബുൽ അബ്ബാസ് സഫാഹിനെ ചില ആൾക്കാർ, ചില ഹിസ്റ്ററി നരേറ്റീവ്സിൽ, ഷിഈ നരേറ്റീവ്സിൽ നമുക്ക് മഹ്ദി എന്നുള്ള സ്ഥാനം കൊടുത്തതായും അങ്ങനെയൊക്കെ കാണുവാൻ കഴിയും. ഈ ഒരു വിജയം അഹ്ലു ബൈത്ത് ഷിഈ പൊളിറ്റിക്കൽ വിങ്സിൻ്റെ ഇടയിൽ അബുൽ അബ്ബാസ് സഫാഹിൻ്റെ വിജയം ഒരു തരത്തിലുള്ള ഒരു റിലീജിയസ് മാനിഫെസ്റ്റേഷനും കൂടിയായി മാറി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടിയുണ്ട്. ഇദ്ദേഹമാണ് 750കളിൽ ആദ്യ കാലഘട്ടം ഇവർ ഖിലാഫത്തിൻ്റെ കേന്ദ്രം കൂഫയായിരുന്നു. കൂഫയിൽ നിന്ന് കൂഫ ആ ഭാഗത്ത് അദ്ദേഹം പിടിച്ചെടുക്കുകയും ആദ്യം ക്യാപിറ്റലായി കൂഫയായി സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അധികാരമേറ്റതിന് ശേഷം അബുൽ അബ്ബാസ് സഫാഹ് ചെയ്ത പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതുവരെ ഭരണമേഖലയിൽ, മുസ്ലിങ്ങളുടെ ഭരണമേഖലയിൽ വളരെ ദുർബലമായിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി കൂടുതൽ ഒരു സെൻട്രലൈസ്ഡ് ആയ ഒരു അധികാരത്തിലേക്ക് കൊണ്ടുവന്നു. ഒരു റീകൺസ്ട്രക്ഷൻ അദ്ദേഹം ഭരണമേഖലയിൽ നടത്തി. അതുപോലെ തന്നെ വളരെ ദുർബലമായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ കൂടുതൽ ഭദ്രമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ 4 വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അതിൻ്റെ കൂടെ തന്നെ നാഷണൽ ബിൽഡിംഗ്, അതുവരെ ഉണ്ടായിരുന്ന ഖിലാഫത്തിന് ഒരു ബിൽഡിംഗ് നടക്കുക എന്നൊരു സാഹചര്യവും കൂടി അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നു. അതിനും അദ്ദേഹത്തിന് കഴിഞ്ഞതായി ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അറബികളല്ലാതെ തുർക്ക്, പേർഷ്യൻ, അതുപോലെ തന്നെ ജ്യൂസ്, ക്രിസ്ത്യൻ അടക്കമുള്ള വിവിധ നോൺ അറബ് മുസ്ലിങ്ങളും നോൺ അറബ് ട്രൈബ് മതവിശ്വാസികളും എല്ലാവരും ആ ഭാഗത്തുണ്ടായിരുന്നു. അവരെയും അറബികളായും അനറബികളായ ഈ പറയുന്ന വിവിധ റിലീജിയസ് മൈനോറിറ്റികളെയും ഒന്നിച്ച് അക്കോമഡേറ്റ് ചെയ്യുവാനും അബുൽ അബ്ബാസ് സഫാഹിന് കഴിഞ്ഞു. ആ ഒരു അക്കോമഡേഷൻ, അദ്ദേഹത്തിൻ്റെ ഈ അക്കോമഡേറ്റിംഗ് അറ്റംപ്റ്റ്സ് എല്ലാം അദ്ദേഹത്തിന് കൂടുതൽ അബ്ബാസി ഖിലാഫത്തിൻ്റെ നിലനിൽപ്പിന് കൂടുതൽ ഉപകാരപ്പെട്ടതായും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഒരു സാഹചര്യം തന്നെയാണ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക വിപ്ലവത്തിനൊക്കെ. അബ്ബാസി ഖിലാഫത്തിൽ നമ്മൾ വൈജ്ഞാനിക വിപ്ലവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഹാറൂൺ റഷീദും അദ്ദേഹത്തിൻ്റെ മക്കളുമായി ചേർത്തിട്ടാണ് പറയുന്നതെങ്കിൽ പോലും അബ്ബാസി ഖിലാഫത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അബുൽ അബ്ബാസ് സഫാഹ് വിവിധ മദ്രസകളും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട നിരവധി പോളിസികൾ രൂപീകരിക്കുകയും അതൊരു വൈജ്ഞാനിക വിതരണത്തിനും ഒരു നോളജ് പ്രൊഡക്ഷനുമെല്ലാം ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ഒരുപാട് സാധ്യതകൾ ഒരുക്കിയതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ചില മേഖലയിൽ പേപ്പർ മിൽസ് പോലുള്ള കാര്യങ്ങൾ മുമ്പ് ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ താങ് ഡൈനാസ്റ്റി എന്ന് വിളിക്കപ്പെടുന്ന ചൈനീസ് ഡൈനാസ്റ്റിയെയും തിബത്തൻ സൈനികരോട് ചേർന്ന് ചൈനീസ് ഡൈനാസ്റ്റി അബ്ബാസി ഖിലാഫത്തിനെ ആക്രമിക്കുന്ന സാഹചര്യത്തിൽ അവരെ പരാജയപ്പെടുത്തിയ ബാറ്റിൽ ഓഫ് തലസ് എന്ന് വിളിക്കപ്പെടുന്ന യുദ്ധത്തിൽ പിടിച്ചെടുത്ത ചൈനീസ് തടവ് പുള്ളികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പേപ്പർ മിൽസുകൾ രൂപീകരിക്കുന്നതിൽ ഈ വൈജ്ഞാനിക വിപ്ലവത്തിൽ പ്രധാനമായ ഒരു കാൽവെപ്പും കൂടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അതിന് കൂടെ തന്നെ നോൺ അറബ്സുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ബനൂ ഉമയ്യ ഖിലാഫത്തിനെ തകർച്ചയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണമാണ് അറബൈസേഷൻ പ്രൊജക്റ്റ്. അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നോൺ അറബുകളായ എല്ലാവരെയും ഒരുപോലെ ഇൻക്ലൂസീവായ ഒരു സമീപനം സ്വീകരിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അബു മുസ്ലിം ഖുറാസാനി എന്ന് വിളിക്കപ്പെടുന്ന, ഇന്നത്തെ അഫ്ഗാൻ, ഇറാൻ ഭാഗങ്ങളെയൊക്കെ കണക്ട് ചെയ്ത ഖുറാസാൻ ഭാഗത്തെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ അബ്ബാസി ഖിലാഫത്തിൻ്റെ ഉയർച്ചയിലും വളർച്ചയിലും, ഉദയത്തിലും വളർച്ചയിലുമെല്ലാം പ്രധാനപ്പെട്ട റോൾ വഹിച്ച അബു മുസ്ലിം ഖുറാസാനിയെ പ്രധാന കമാൻഡറായി നിയമിച്ചതും ഇദ്ദേഹമായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 755 വരെയെങ്കിലും അടുത്ത വർഷം, അതായത് 754 വരെയാണ് ഇദ്ദേഹം അബുൽ അബ്ബാസ് സഫ ഭരിക്കുന്നതെങ്കിൽ പോലും ഒരു വർഷവും കൂടി അദ്ദേഹം അധികാരത്തിൽ നിലനിൽക്കുകയും പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ മൻസൂർ അധികാരത്തിലേറി വരുന്നതോടുകൂടി അബു മുസ്ലിമിനെ വധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുവരെയും അബു മുസ്ലിം ഖുറാസാനിയുടെ സാന്നിധ്യം ഈ ഒരു കാലഘട്ടത്തിൽ, ഈ അബ്ബാസി ഖിലാഫത്തിൻ്റെ തുടക്കത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയിരുന്നെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അബുൽ അബ്ബാസ് സഫാവിൻ്റെ കാലഘട്ടത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ചില നീക്കങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാറ്റിൽ ഓഫ് തലാസ് എന്ന് വിളിക്കപ്പെടുന്ന ചൈനീസ് തിബറ്റൻ ആർമിയെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ്. അതുപോലെ ട്രാൻസോക്സിയാനയെ കീഴടക്കുന്നതും സിൽക്ക് റോഡുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, അതായത് അഫ്ഗാനിസ്ഥാൻ, സെൻട്രൽ ഏഷ്യൻ, ഇറാഖ് ഭാഗത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന സിൽക്ക് റോഡിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതും അതുപയോഗിച്ചുകൊണ്ട് കൂടുതൽ വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതും എല്ലാം ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് അധികം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ 751 ബൈസാന്റിയൻ ചക്രവർത്തിയുമായിട്ടുള്ള അവരുടെ കോൺസ്റ്റന്റൈൻ അഞ്ചാമൻ്റെ ചില ആക്രമണങ്ങളെ അബുൽ അബ്ബാസ് സഫാഹ് ചെറുക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ വളരെ നീണ്ട കാലയളവിൽ, ഒരു 4 വർഷത്തെ കാലയളവിൽ തന്നെ ഒരുപാട് സേവനങ്ങൾ മിലിറ്ററിയും സ്ട്രാറ്റജിയും പൊളിറ്റിക്സും ഉപയോഗിച്ചുകൊണ്ട് തന്നെ അബ്ബാസി ഖിലാഫത്തിനെ ഭദ്രമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബ്രദറായ അബൂ ജഅഫർ മൻസൂറിനെ അദ്ദേഹം അടുത്ത ഖലീഫയായി നിയമിക്കുന്നതും ആ ഒരു കാലത്ത് തന്നെയാണ്. അങ്ങനെ 754 മുതൽ 775 വരെ നീണ്ടു നിൽക്കുന്ന 19-20 വർഷക്കാലത്തിലെ അടുത്ത ഖലീഫയായി അധികാരത്തിൽ വരുന്നത് അബൂ ജഅഫർ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് അൽ മൻസൂർ എന്ന് വിളിക്കപ്പെടുന്ന അബൂ ജഅഫർ അൽ മൻസൂറാണ്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം പറഞ്ഞതുപോലെ 754 മുതൽ 775 വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടമാണ്. മൻസൂറിൻ്റെ കാലഘട്ടമാണ് അബ്ബാസി ഖിലാഫത്തിൻ്റെ ഏറ്റവും ഭദ്രമായ കാലഘട്ടം എന്ന് വിളിക്കുന്നുണ്ട്. കാരണം ഈ നീണ്ട 20 വർഷത്തെ ഭരണം പിന്നീടുള്ള അബ്ബാസി ഖിലാഫത്തിൻ്റെ സുഭദ്രമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രാറ്റജിക് പൊസിഷനെ ഒരുക്കി കൊടുക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബാഗ്ദാദ് പോലുള്ള 762 ബാഗ്ദാദിനെ സ്ഥാപിക്കുന്നത് ഇദ്ദേഹമാണ്. അങ്ങനെ വിവിധ നഗരങ്ങളുടെ വിവിധ കോട്ടകളുടെ, മദർസകളുടെ, സ്ഥാപനങ്ങളുടെ, ആർട്ടിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും എല്ലാം ഒരു രൂപീകരണവും വളർച്ചയും വികാസവും ഒക്കെ സംഭവിക്കുന്നത് മൻസൂറിൻ്റെ ഈ നീണ്ട 20 വർഷക്കാലത്തെ ഭരണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ സ്ഥാപകൻ എന്ന് ചില ചരിത്രകാരന്മാർ മൻസൂറിനെ വിശേഷിപ്പിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കൂടുതൽ യുദ്ധങ്ങൾ ഉണ്ടാവുന്നുണ്ട്, കൂടുതൽ പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്, കൂടുതൽ സ്ട്രാറ്റജി, അതിർത്തി ഭാഗത്തുള്ള വിവിധ ആൾക്കാരെയും ഉള്ളിലുള്ള വിവിധ റിലീജിയസ് കമ്മ്യൂണിറ്റികളെയും ട്രൈബുകളെയും നോൺ അറബ് കമ്മ്യൂണിറ്റികളെയും എല്ലാം ചേർത്തുകൊണ്ട് ഖിലാഫത്തിനെ കൂടുതൽ ഒരു സ്ട്രാറ്റജിയുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ഭദ്രമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലേക്ക് ഇദ്ദേഹം കൊണ്ടുപോകുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അബൂ ജഅഫർ മൻസൂർ, അദ്ദേഹത്തിൻ്റെ മാതാവ് ഒരു ബെർബർ അടിമയായിരുന്നു എന്ന് ചില ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സാധാരണ അറബികളായ മാതാക്കളിൽ നിന്ന് ഭരണകർത്താക്കൾ ഉണ്ടാവുക എന്ന ബനൂ ഉമയ്യ കുടുംബത്തിൽ നിന്ന് കൂടുതൽ വ്യത്യാസമായി അബ്ബാസി ഖിലാഫത്തിൽ
അബ്ബാസി കുടുംബത്തിൽ തന്നെ നോൺ അറബുകളായ സ്ത്രീകളിൽ നിന്ന് മക്കളുണ്ടാവുന്ന ഒരു സാഹചര്യം അബ്ബാസി ഖിലാഫത്തിൽ കൂടുതലായി വരുന്നു. അതിൻ്റെ തുടക്കം തന്നെ നമുക്ക് മൻസൂറിൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റും കൂടിയാണ്. കാരണം നോൺ അറബുകളായ സ്ത്രീകളുടെ, പുരുഷന്മാരുടെ, മിലിറ്ററി കമാൻഡറുകളുടെ, രാഷ്ട്രീയക്കാരുടെ, സ്ട്രാറ്റജിസ്റ്റുകളുടെ, പണ്ഡിതന്മാരുടെ എല്ലാം ശക്തമായ സ്വാധീനം ഭരണതലത്തിൽ പോലും വന്നതിൻ്റെ ഒരു ഉദാഹരണവും കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ജന്മവും കൂടി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില അബൂ ജാഫർ മൻസൂറിൻ്റെ ഭരണകാലത്ത് തന്നെ ഏകദേശം 754 ആ ഒരു കാലഘട്ടത്തിൽ തന്നെയും ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നിരവധി റിവോൾട്ടുകൾ, റെബല്യൻ ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായതായി നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത് അബ്ദുല്ലാഹിബ്ൻ അലി ചില അധികാരത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെയോട് യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ട്. 764 അത് സംഭവിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തെ പിടിച്ച് ജയിലിടുകയും 764 അദ്ദേഹത്തെ വധിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ വേറെ ചില സംഭവങ്ങൾ, ഈസബിന് മൂസയാണ് ആദ്യം ഒരു അഹദുൽ വലി എന്ന രീതിയിൽ സക്സസറായി നിയമിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ എടുത്ത് മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനെ നിയമിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ചില റിവോൾട്ടുകൾ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയും ഉണ്ടാവുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബു മുസ്ലിം ഖുറാസാനിയെ അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ നിന്ന് മാറ്റുകയും അദ്ദേഹത്തെ വധവും മൻസൂറിൻ്റെ കയ്യിൽ നിന്ന് കൊണ്ട് തന്നെയാണ് അബു മുസ്ലിം ഖുറാസാനി, അല്ലെങ്കിൽ മൻസൂറിൻ്റെ ഉത്തരവോടു കൂടിയാണ് അബു മുസ്ലിം ഖുറാസാനി വധിക്കപ്പെടുന്നത് എന്ന് ചില ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതെന്തുകൊണ്ട് എന്നുള്ള ചില ആൾക്കാർ നിരീക്ഷിക്കുന്നത് അബു മുസ്ലിം ഖുറാസാനിയുടെ മിലിറ്ററിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആധിപത്യവും സ്വീകാര്യതയിലും സംശയം പൂണ്ടും അത് കൂടുതൽ തൻ്റെ അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, തൻ്റെ അധികാരത്തിന് മുകളിൽ അധികാരം ചെലുത്താനുള്ള സാധ്യതയൊക്കെ കണ്ടുകൊണ്ടാണ് അബു മുസ്ലിം ഖുറാസാനിയെ വധിച്ചത് എന്നുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അതും ഈ കാലഘട്ടത്തിലാണ്. അബു മുസ്ലിം ഖുറാസാനിയുടെ വധം പിന്നീട് സിസ്താൻ പോലുള്ള, അതുപോലെ ഈ ഖുറാസാൻ പോലുള്ള ഇങ്ങനെ സെൻട്രൽ ഏഷ്യൻ ഭാഗത്തൊക്കെയും റിവോൾട്ടുകൾക്ക്, ഒരുപാട് അപ്രൈസിങ്ങൾക്ക് കാരണമായെങ്കിൽ പോലും മൻസൂർ ഈ അപ്രൈസിങ്ങളെയെല്ലാം പരാജയപ്പെടുത്തിയതായും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ അബ്ദുല്ലാഹിബ്ൻ അലി, അതുപോലെ തന്നെ ഈസബിൻ മൂസ, അബു മുസ്ലിം ഖുറാസാനിയുടെ വധം, അതിനുശേഷം ഉണ്ടായിരുന്ന റിവോൾട്ടുകൾ, അതിനെയെല്ലാം പരാജയപ്പെടുത്തിയതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ വേറെയും ചില അച്ചീവ്മെൻറ്റുകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ബാഗ്ദാദിൻ്റെ രൂപീകരണം, മദീനത്തുസ്സലാം എന്ന പേരിലാണ് അദ്ദേഹം കൊടുത്തതെങ്കിലും പിന്നീട് അത് ബാഗ്ദാദ് എന്ന പേരിലാണ് അത് അറിയപ്പെട്ടത്. എന്തിനാണ് അദ്ദേഹം ബാഗ്ദാദ് രൂപീകരിച്ചത്? ആദ്യം കൂഫയിൽ നിന്ന് അധികാരം മാറ്റി അത് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരികയും ബാഗ്ദാദിൻ്റെ ഇറാഖിൻ്റെ ഭാഗത്തേക്ക് മാറ്റിയതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇറാഖ്, കൂഫ, അതുപോലെ തന്നെ പേർഷ്യ അടക്കമുള്ള വിവിധ ഭാഗങ്ങളിലുള്ള റൈവൽസിനെ, എനിമികളെ അല്ലെങ്കിൽ എതിർ ശബ്ദങ്ങളെയൊക്കെ എതിർക്കുകയും ഉള്ള അധികാരത്തിൽ തൻ്റെ അധികാരത്തെ കൂടുതൽ ഭദ്രമാക്കുക എന്ന രീതിയിൽ ഒരു നഗര രൂപീകരണവും കൂടി നടക്കുക. ആ നഗര രൂപീകരണത്തിൽ കൂടുതൽ വ്യാപാര, വാണിജ്യ, വ്യവസായ മേഖലകൾക്കും കൂടുതൽ സ്ട്രാറ്റജിക് പോയിന്റ് എന്ന നിലയിൽ ഈ ഒരു ഭാഗത്തെ ഒരു നഗര രൂപീകരണം ഉണ്ടാവുന്നതോടുകൂടി അധികാരത്തെ കൂടുതൽ സുസ്ഥിരമാക്കാനും കഴിയുമെന്ന അർത്ഥത്തിലാണ് ബാഗ്ദാദിൻ്റെ രൂപീകരണം പോലും ഉണ്ടാവുന്നത്. അത് 762 ഇത് സംഭവിക്കുന്നത്. പിന്നീട് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് വേറെയും ചില റിവോൾട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഈ ഖുറാമികളുടെ റിവോൾട്ട് ഉണ്ടാവുന്നുണ്ട്. അതിൽ ബാറ്റിൽ ഓഫ് ഹാഷിമിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിനെ അദ്ദേഹം തകർത്ത് കളയുന്നുണ്ട്. അതുപോലെ തന്നെ ഹിജാസിൽ, മക്ക, മദീന ചില ഭാഗങ്ങളിൽ ചില റിവോൾട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അതിനെയും അദ്ദേഹം സപ്രസ് ചെയ്ത് കളയുന്നുണ്ട്. ഈ ഒരു സ്ട്രാറ്റജിക് പൊസിഷൻ എടുക്കുന്നതും ഈ നഗരനിർമ്മാണം സംഭവിക്കുന്നതും അതിൻ്റെ ഇടയിൽ ഈ റിവോൾട്ടുകൾ ഉണ്ടാവുന്നതും ഒരേ സമയത്താണ് എന്നത് ശ്രദ്ധിക്കണം. അത്രത്തോളം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി തെളിയിച്ച ആളും കൂടിയാണ്. ഒരു നാഗരികതയുടെ നിർമ്മാണവും അതുപോലെ തന്നെ എനിമികളുടെ ഡിസ്ട്രക്ഷനും ഒരേപോലെ കൈകാര്യം ചെയ്യുവാൻ മൻസൂറിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതിൻ്റെ കൂടെ തന്നെ ഈ നഗര രൂപീകരണത്തിൽ വിവിധ മത, ട്രൈബൽ സമൂഹങ്ങളെ
ബാഗ്ദാദിലേക്ക് ക്ഷണിക്കുകയും അവരുടെ കോൺട്രിബ്യൂഷനും കൂടി ഉറപ്പുവരുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ, ഭരണനിർവഹണ പൊസിഷനിൽ എല്ലാം വിവിധ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ, അത് വിവിധ മതസമൂഹങ്ങളാണെങ്കിൽ പോലും അവരെ ഈ ഭരണനിർവഹണ മേഖലയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മൻസൂറിൻ്റെ കാലത്ത് തന്നെയും ഒരുപാട് വൈജ്ഞാനിക എല്ലാ ശാസ്ത്രീയ മേഖലകളിലും, അത് മത സോഴ്സുകളാവട്ടെ വിവിധ ശാസ്ത്രീയ മേഖലകളാവട്ടെ എല്ലാത്തിനെയും നന്നായി പാട്രണൈസ് ചെയ്യുവാനും അൽ മൻസൂറിന് കഴിഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെ ഇടയിലാണ് 764 അദ്ദേഹം മഹ്ദിയെ അടുത്ത ഖലീഫയായി അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വന്നത്, നേരത്തെ ഒരു സക്സസറായി നിയമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈസബിന് മൂസയെ അധികാരമായി ഏൽപ്പിക്കുന്നെന്ന രീതിയിൽ അബുൽ അബ്ബാസ് സഫായി ഏൽപ്പിച്ചിരുന്നു. പക്ഷേ ഇവിടെ മൻസൂർ അദ്ദേഹത്തിൻ്റെ മകനെ ചെയ്തതോടുകൂടി അവിടെ ഒരു റിവോൾട്ട് ഉണ്ടാവുകയും ആ റിവോൾട്ടിനെ പോലും 764 ആ റിവോൾട്ടിനെ പോലും ഇദ്ദേഹത്തിന് മൻസൂറിന് ഇല്ലാതാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ മൻസൂർ എങ്ങനെയാണ് ഈ പറയുന്ന വിദൂരമായ ഭാഗങ്ങളിലുള്ള അധികാരത്തെ സെൻട്രലൈസ് ചെയ്യാൻ കഴിഞ്ഞത്, അതുപോലെ തന്നെ ഭരണമേഖലയെ കൂടുതൽ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞത് എന്നതിന് ചില പണ്ഡിതന്മാർ ഉത്തരം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സീക്രട്ട് സർവീസ് സ്പൈകളെ, ചാരന്മാരെയൊക്കെ ഉപയോഗിച്ചു കൊണ്ടാണ് എന്ന ചില നിരീക്ഷണം നമുക്ക് കാണുവാൻ കഴിയും. അതായത് അപ്ഡേറ്റായ അദ്ദേഹത്തിൻ്റെ അധീനതയിലുള്ള പ്രദേശങ്ങളിലെ ഭരണ നിർവഹണ നയങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തുകയും അത് ഉപയോഗിച്ചു കൊണ്ട് തന്നെ വേണ്ട സമയത്ത് നയങ്ങൾ രൂപീകരിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നത്. ഇത് ഇദ്ദേഹത്തിൻ്റെ ചില അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ ഭാഗങ്ങളാണെങ്കിൽ പോലും ഇതേ സമയത്ത് തന്നെ അൽ മൻസൂർ ഒരുപാട് വൈജ്ഞാനിക മേഖലകളിൽ കൂടുതൽ പാട്രണൈസ് ചെയ്തു എന്ന് പറയുന്ന സാഹചര്യത്തിൽ തന്നെ അബൂ ജഅഫർ മൻസൂറിൻ്റെ കാലഘട്ടത്തിൽ നിരവധി പണ്ഡിതന്മാർ പീഡനത്തിന് വിധേയരായിട്ടുണ്ട്. അത് അബൂ ഹനീഫ പോലുള്ള, ഇമാം മാലിക് പോലുള്ള, അതുപോലെ തന്നെ വേറെയും ഇമാം മുഹമ്മദ്, ഈ അഹ്ലു ബൈത്ത് ഫാമിലിയിലെ പ്രധാനപ്പെട്ട ഇമാമായ ഇമാം മുഹമ്മദ്, ഇമാം അബൂ ഹനീഫ, ഇമാം ജാഫർ സാദിഖ്, ഇമാം മാലിക് ബിൻ അനസ് എന്ന് തുടങ്ങിയ വിവിധ ഗ്രൂപ്പുകളുള്ള വിവിധ അഭിപ്രായ വീക്ഷണഗതിക്കാരായ പണ്ഡിതന്മാർ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഉത്തരവോടുകൂടിയോ മറ്റോ ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും ഒരുപാട് പീഡനങ്ങളും കൂടി അനുഭവിച്ചതായും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നോക്കുമ്പോൾ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉമയ്യ എമിറേറ്റ്, സ്പെയിനിൽ സ്ഥാപിച്ച ഉമയ്യ എമിറേറ്റിനെ ചെറുക്കുവാനും അവരെ ഇല്ലാതാക്കുവാനും അബൂ ജഅഫർ മൻസൂർ ചില നടപടികൾ സ്വീകരിച്ചിരുന്നു. 767 അദ്ദേഹത്തിൻ്റെ ചില ഈ ഒരു നീക്കത്തെ പക്ഷേ അവിടുള്ള ഉമയ്യ ഭരണാധികാരികൾ അബ്ദുറഹ്മാൻ ഒന്നാമൻ അത് പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള ചില സന്ദർഭങ്ങളും കൂടി നമുക്കിതിൽ കാണുവാൻ കഴിയും. ഇതാണ് അബൂ ജഅഫർ മൻസൂറിൻ്റെ ഭരണകാലഘട്ടത്തിൻ്റെ ഒരു ചുരുക്കരൂപം. പിന്നീട് അധികാരിയായി വരുന്നത് അദ്ദേഹത്തിൻ്റെ മകനായ മഹ്ദിയാണ്. 775 മുതൽ 785 വരെയുള്ള 10 വർഷ കാലഘട്ടത്തിലെ ഭരണമാണ് മഹ്ദിയുടെ ഭരണകാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ ഹിജാസ്, അതുപോലെ തന്നെ ഹിജാസ് ഭാഗത്തുള്ള ഹറമേനിൻ്റെ വികാസം, അതായത് മക്കൻ മദീനൻ ഹറമേനുകളുടെ വികാസം, മദ്രസകളുടെയും സ്കൂളുകളുടെയും വൈജ്ഞാനിക കേന്ദ്രങ്ങളുടെയും വികാസം ഒക്കെ ഉണ്ടാവുന്നത് മഹ്ദിയുടെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് അബൂ ജഅഫർ മൻസൂർ കൊണ്ടു നടന്നിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അതേപടി പിന്തുടരാൻ ഇദ്ദേഹവും തയ്യാറെടുത്തിരുന്നു. സീക്രട്ട് സർവീസിനെ കൂടുതൽ ശക്തമായി മഹ്ദിയും ഉപയോഗിച്ചതായി കാണുവാൻ കഴിയും. ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകൾ നിരന്തരം മാറ്റുകയും പുതിയ കൂടുതൽ ആപ്റ്റായ ആൾക്കാരെ നിയമിക്കുവാനുള്ള ശ്രമം ഇദ്ദേഹം നടത്തിയതായും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കൂടി നോക്കുമ്പോൾ കാണുവാൻ കഴിയും. ഈ ഒരു കാലഘട്ടത്തിലാണ് അബ്ബാസി ഖിലാഫത്തിൻ്റെ തന്നെ തകർച്ചയിലേക്കും, അല്ലെങ്കിൽ അബ്ബാസി ഖിലാഫത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ്, രാഷ്ട്രീയ, സ്ട്രാറ്റജിക് പൊസിഷനിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയ ബർമക്കി ഫാമിലിയുടെ
യഹ്യ ബിൻ ബർമക്കി എന്ന യഹ്യൽ ബർമക്കി എന്ന പേരിലറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മക്കളുടെയും മൂസൽ ബർമക്കി അതുപോലെ ജാഫർ ബർമക്കി ഈ ഒരു കുടുംബത്തിൻ്റെ സാന്നിധ്യം ശക്തമാവുന്നത് മഹ്ദിയുടെ കാലഘട്ടത്തിലും കൂടിയാണ്. ഒരു അഫ്ഗാൻ അല്ലെങ്കിൽ പേർഷ്യൻ ഭാഗത്തുള്ള അന്നത്തെ പേർഷ്യൻ ഭാഗത്തുണ്ടായിരുന്ന ഒരു ബുദ്ധ മത പാരമ്പര്യമുണ്ടായ ഒരു കുടുംബമാണ് യഹ്യൽ ബർമക്കിയുടേത്. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുണ്ടായത്. പക്ഷേ സ്വാഭാവികമായ കുടുംബത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻ അതിനുള്ള കപ്പാബിലിറ്റി ശക്തമായതുകൊണ്ടും അത് കൂടുതൽ മഹ്ദിയുടെ മേൽ അധികാരം ചെലുത്തിക്കൊണ്ട് പിന്നീട് ഹാറൂൺ റഷീദിൻ്റെ കാലഘട്ടം വരെയെങ്കിലും ഏകദേശം കൂടുതൽ ശക്തമായി അവർ അബ്ബാസി ഖിലാഫത്തിൽ പ്രവർത്തിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അത് തുടക്കമിടുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കൂടി തന്നെയാണ്. അതുപോലെ തന്നെ ഈ മഹ്ദിയുടെ ഒരുപാട് അച്ചീവ്മെൻറ്റുകൾ നമുക്ക് കാണുവാൻ കഴിയും. ഇറാഖ്, സിറിയ, അതുപോലെ തന്നെ സ്പെയിൻ, പേർഷ്യ, അഫ്ഗാൻ, സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളുടെ എല്ലാം ഒരു അബ്ബാസി ഖിലാഫത്തിൻ്റെ അധികാരം ശക്തമാക്കുന്നതിൽ മഹ്ദിയുടെ കാലത്തെ ഈ ഒരു 10 വർഷവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഇദ്ദേഹം ടാക്സേഷനിൽ കൂടുതൽ പുതിയ നടപടികൾ സ്വീകരിക്കുന്നതായും ധാരാളം ഡിപ്പാർട്ട്മെൻറ്റുകൾ, ദീവാനുകൾ തുടങ്ങുന്നതായും അതുപോലെ തന്നെ ആർമിയുടെ രംഗത്തും കോടതികളും പുതിയ നീക്കങ്ങളും പുതിയ അപ്പോയിൻമെൻറ്റുകളും അങ്ങനെ ഒരുപാട് വ്യാപനവും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നടക്കുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചില റിവോൾട്ടുകൾ അബ്ബാസി ഖിലാഫത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും പ്രധാനമായും മുത്തവക്കിലിൻ്റെ കാലഘട്ടം വരെയും ഒരുപാട് റിവോൾട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ആ റിവോൾട്ടുകളെയൊക്കെ ഭരണകർത്താക്കൾ അത് അടിച്ചമർത്തുന്നുണ്ടെങ്കിൽ പോലും ഈ റിവോൾട്ടുകൾ അബ്ബാസി ഖിലാഫത്തിൻ്റെ തകർച്ചയിലേക്കും പിന്നീട് മാറുന്നുണ്ട്. കാരണം ഓരോ റിവോൾട്ടുകളുടെ നേരിടുന്നതോടുകൂടി മനുഷ്യവിഭവങ്ങൾ ഇല്ലാതാവുകയും മിലിറ്ററിയും അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടങ്ങളും സംഭവിക്കുന്നുണ്ട്. മഹ്ദിയുടെ കാലത്തും ജനാദിഖ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മതനിരാസം പ്രഖ്യാപിച്ച ഒരു വിഭാഗം ആൾക്കാരെ ശക്തമായി അടിച്ചൊതുക്കുന്ന ഒരു കാലഘട്ടവും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ അത് ശരിയയുടെ ഒരു അപ്രമാദിത്വം, ശരീഅത്തിൻ്റെ ഒരു അപ്രമാദിത്വം വേണം എന്നുള്ളൊരു ആവശ്യം മഹ്ദി കൂടുതൽ ആ ഒരു കാലഘട്ടത്തിൽ ഉന്നയിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഹൈസുറാൻ അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ത്രീകൾ, ഈ അബ്ബാസി റോയൽ ഫാമിലിയിലെ സ്ത്രീകൾ ശക്തമായ സ്വാധീനം ചെലുത്തുന്നതും അഡ്മിനിസ്ട്രേറ്റീവ്, രാഷ്ട്രീയ, സ്ട്രാറ്റജിക് കാര്യങ്ങളിലെല്ലാം, അഫയേഴ്സിലെല്ലാം ശക്തമായ സ്വാധീനം ചെലുത്തുന്നതും മഹ്ദിയുടെ കാലം മുതലാണ്. സ്ത്രീകൾ, ഇത് സുബൈദ അടക്കമുള്ള, ഹൈസുറാൻ അടക്കമുള്ള സ്ത്രീകളെല്ലാം, അബ്ബാസ അടക്കമുള്ള സ്ത്രീകളെല്ലാം അബ്ബാസി ഖിലാഫത്തിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് തുടക്കമിടുന്നത് നമുക്ക് മഹ്ദിയുടെ കാലഘട്ടത്തിലാണെന്ന് പറയുവാൻ കഴിയും. ഈ ഒരു 10 വർഷത്തിന് ശേഷം പിന്നീട് ഭരിക്കുന്നത് മഹ്ദിയുടെ തന്നെ മകനായ ഹാദിയാണ്. 785 മുതൽ 785 മുതൽ 786 ഒരു വർഷം മാത്രമാണ് ഹാദി ഭരിക്കുന്നത്. അബൂ മുഹമ്മദ് മൂസ ഇബ്നുൽ മഹ്ദി അൽ ഹാദി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേർ. ഒരു വർഷം മാത്രമാണ് അദ്ദേഹം ഭരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ അഹ്ലു ബൈത്ത് ഫാമിലിയുടെ ശക്തമായ സപ്പോർട്ടോടുകൂടി ഹുസൈൻ ഇബ്ന് അലി ഇബ്ന് ഹസൻ എന്ന പേരിൽ ഒരു റിവോൾട്ട് ഉണ്ടാവുന്നുണ്ട്. ആ റിവോൾട്ടിനെ അദ്ദേഹം അടിച്ചൊതുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഖവാരിജുകളും ചില പ്രശ്നങ്ങൾ ഈ ഹിജാസ് അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു റിവോൾട്ടുകളെയും ഇദ്ദേഹം ഹാദി ഇല്ലാതാക്കുന്നതും കാണുവാൻ കഴിയും. ഈ ഒരു വർഷത്തെ ഭരണത്തിന് ശേഷം പിന്നീട് ഭരിക്കുന്ന മഹ്ദിയുടെ തന്നെ മകനായ ഹാറൂൺ റഷീദ് ഇബ്ന് മുഹമ്മദ് അൽ മഹ്ദി എന്ന ലോകപ്രശസ്തനായ ഖലീഫമാരിൽ, അബ്ബാസി ഖലീഫന്മാരിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യനായ, ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്തും പണ്ഡിത ലോകത്തും ഒരു സ്വാത്വിക ലോകത്തും ഏറ്റവും കൂടുതൽ സ്വീകാര്യനായ ഖലീഫയാണ് ഇദ്ദേഹം. 786 മുതൽ 809 വരെ നീണ്ടു നിൽക്കുന്ന ഒരു വർഷക്കാലയളവിലാണ് ഹാറൂൺ റഷീദിൻ്റെ ഭരണം നടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലയളവിലാണ് ഇസ്ലാമിക ലോകത്തെ അല്ലെങ്കിൽ അബ്ബാസി ഖിലാഫത്തിലെ തന്നെ വൈജ്ഞാനിക
വളർച്ച, സാങ്കേതിക വികാസം, മിലിറ്ററിയുടെ വളർച്ച, അതുപോലെ തന്നെ ബർമക്കികളുടെ ശക്തമായ സ്വാധീനമുണ്ടാവുന്നത്, അതിൻ്റെ കൂടെ തന്നെ ഈ ഇസ്ലാമിക ലോകത്തിൻ്റെ വ്യാപനം, വൈജ്ഞാനിക ബൗദ്ധിക വളർച്ച, ബൈത്തുൽ ഹിക്മ പോലുള്ള സ്ഥാപനങ്ങളുടെ രൂപീകരണം, അതുപോലെ ബാഗ്ദാദ് കൂടുതൽ പച്ച പിടിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ വിവിധ നല്ലവരായ, ഏറ്റവും കൂടുതൽ ആപ്റ്റായ, സ്യൂട്ടബിളായ ജഡ്ജിമാരെയും ഭരണകർത്താക്കളെയും ഗവർണറെയും ഇദ്ദേഹം നിയമിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഭരണ, വൈജ്ഞാനിക, വ്യാപാര, പൊളിറ്റിക്കൽ മേഖലകളിലെല്ലാം ഏറ്റവും കൂടുതൽ ചേഞ്ച് വരുന്നത്, ഒരു ട്രാൻസ്ഫോർമേഷൻ അബ്ബാസി ഖിലാഫത്തിൽ സംഭവിക്കുന്നത് ഹാറൂൺ റഷീദിൻ്റെ കാലഘട്ടത്തിലാണ് എന്ന് നമ്മൾ പറയണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫാമിലി, ബർമക്കി ഫാമിലി, യഹിയൽ ബർമക്കി മക്കളായ ജാഫർ മൂസ, ഇവർ രണ്ടുപേരുടെയും സ്വാധീനം ഈ ഒരു കാലത്ത് ശക്തമാവുകയും എന്നാൽ 798 ഇവരുടെ സ്വാധീനം അബ്ബാസി ഖിലാഫത്തിൻ്റെ ദർബാറിൽ, കുടുംബത്തിൽ, സ്ത്രീകൾക്കിടയിൽ, രാജകുമാരന്മാർക്കിടയിൽ, മിലിറ്ററിയിൽ, അവിടുത്തെ ഖജനാവിൽ അടക്കം ഇവരുടെ ദുസ്വാധീനവും ഉണ്ടാവുന്നതും, അതുപോലെ തന്നെ ഒരു അപമര്യാദയോടുള്ള ഇവരുടെ ചില പെരുമാറ്റങ്ങളും, അനുവാദം ചോദിക്കാതെ ദർബാറിലേക്കും ഇവരുടെ ഹറമുകളിലേക്കുമുള്ള പ്രവേശനം, അതുപോലെ തന്നെ ദുർവിനിയോഗം, അധികാര ദുർവിനിയോഗം, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഖജനാവും ബാക്കിയുള്ള കാര്യങ്ങളും ഉപയോഗിക്കുന്നതും, ഈ സ്ഥിര കേന്ദ്രങ്ങളിൽ കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കാനുള്ള ഇവരുടെ ചില നിയമ നടപടികൾ എന്നെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇവരെ അധികാരത്തിൽ നിന്ന് ഇല്ലാതാക്കുകയും അധികാരത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്നത് 798 അതും ഈ ഹാറൂൺ റഷീദിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഹാറൂൺ റഷീദിൻ്റെ കാലഘട്ടത്തിലും നിരവധി റിബല്യനുകൾ ഉണ്ടാവുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിബല്യൻ കൂടുതൽ ഉണ്ടാവുന്നത് ഒരു അധികാര കേന്ദ്രത്തെ കൂടുതൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുവാൻ, അവരുടെ അഖണ്ഡതയെ നശിപ്പിക്കുവാൻ കാരണമാവുന്നുണ്ട്. അതും ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നതും ഹാറൂൺ റഷീദിൻ്റെ ഈ നീണ്ട കാലത്ത് തന്നെയാണ്. ഈജിപ്തിലുള്ള ചില അപ്രൈസിങ്ങുകൾ ഇദ്ദേഹത്തിനെ ഇല്ലാതാക്കുന്നു. ചില ടാക്സേഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ ടാക്സ് വാങ്ങുന്നു എന്നുള്ള ആരോപണത്തോടു കൂടി ഈജിപ്തിൽ ചില വിഭാഗങ്ങൾ അപ്രൈസിങ് നടത്തുന്നുണ്ട്. അതിനെ ഇദ്ദേഹം പരാജയപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സ്പെയിനിലെ ഉമയ്യ ഭരണാധികാരികളെയും പരാജയപ്പെടുത്താനുള്ള ചില നടപടികൾ ഇദ്ദേഹം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അതും ഈ കാലത്ത് തന്നെ പരാജയപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ 788 താഹിരി ഡൈനാസ്റ്റി, സൽത്തനത്ത് മൊറോക്കോ കേന്ദ്രീകരിച്ച് രൂപപ്പെടുന്നുണ്ട്. അവരുടെയും അപ്രൈസിങ്ങിനെ പരാജയപ്പെടുത്തുവാൻ ഇദ്ദേഹം ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. 800കളിൽ തുനീഷ്യയിൽ അധികാരത്തിൽ വന്ന അഗലബി എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു സ്വതന്ത്ര സൽത്തനത്ത്, അവരും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ശക്തമാവുന്നത്. യമൻ പോലുള്ള ചില ഭാഗങ്ങളിലും പേർഷ്യൻ സിസ്താൻ പോലുള്ള പ്രദേശങ്ങളിലുള്ള ഖവാരിജികളുടെ ഒരു പുനരാഗമനം, ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടാവുകയും ഇത് ആ ഒരു ഭാഗങ്ങളിലെല്ലാം കൂടുതൽ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ രൂപപ്പെടുത്തുവാൻ, പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഫോം ചെയ്യുവാൻ പ്രധാനമായും സാധ്യത ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 786 മുതൽ 809 വരെ നീണ്ടു നിൽക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഭരണ കാലഘട്ടത്തിന് ശേഷമാണ് പിന്നീട് അൽ അമീൻ, അദ്ദേഹത്തിൻ്റെ മകൻ, അധികാരത്തിൽ വരുന്നത്. അബു മൂസ മുഹമ്മദ് ബിൻ ഹാറൂൺ റഷീദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേർ. 809 മുതൽ 813 വരെ നീണ്ടു നിൽക്കുന്ന ഒരു 4 വർഷത്തെ ഭരണമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായും ഇവിടെ ഒരു കുടുംബ വഴക്ക് രൂപപ്പെടുന്നുണ്ട്. അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അധികാര വടംവലികൾ ഉണ്ടാവുകയും അങ്ങനെ മഅ്മൂൻ, സ്വന്തം സഹോദരൻ തന്നെ 813 അൽ അമീനിനെ, സഹോദരനെ വധിക്കുകയും പിന്നീട് അദ്ദേഹം മഅ്മൂൻ അധികാരം നിലനിൽക്കുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയും. ഇതിന് ചില കാരണം ചരിത്രകാരന്മാർ പറയുന്നത്, അമീൻ അദ്ദേഹത്തിൻ്റെ മകനായ മൂസയെ അടുത്ത എയറായി, അതായത് സക്സസറായി, അടുത്ത ഖലീഫയായി നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടാണ്
ഈ ഒരു വധം സംഭവിക്കുന്നത് എന്ന് ചില ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സിറിയയിലും ബാഗ്ദാദിലും അടക്കം ചില റിബല്യൻ അമീൻ്റെ കാലത്തും സംഭവിക്കുന്നുണ്ട്. അത് അലി ഇബ്നു ഈസ, നേരത്തെ ഈസ ബിൻ മൂസ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ റിബല്യനെ തകർത്തെറിഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ മകനായ അലി ഇബ്നു ഈസ അമീൻ്റെ കാലത്ത് ചില റിബല്യൻ ഉണ്ടാക്കുകയും ആ റിബല്യനെ അൽ അമീൻ തകർക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇതിനു ശേഷമാണ് 813 മഅ്മൂൻ അദ്ദേഹത്തിൻ്റെ സഹോദരനായ അമീനെ വധിക്കുന്നതും ഒരു യുദ്ധത്തിലൂടെ വധിക്കുന്നതും പിന്നീട് അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ 813 മുതലാണ് 813 അൽ മഅ്മൂൻ അടുത്ത ഖലീഫയായി മാറുന്നത്. 813 അധികാരത്തിലേറിയ അൽ മഅ്മൂൻ 833 വരെ നീണ്ട ഒരു 20 വർഷം ഇദ്ദേഹവും ഭരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി ബിൻ ഹാറൂൺ അൽ റഷീദ് എന്നാണ് അൽ മഅ്മൂൻ്റെ മുഴുവൻ പേർ. ഈ ഒരു കാലഘട്ടം, മഅ്മൂൻ്റെ കാലഘട്ടവും നിരവധി ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട്, നിരവധി യുദ്ധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധങ്ങൾക്കിടയിൽ പോലും ഹാറൂൺ റഷീദിൻ്റെ കാലം, അതുപോലെ തന്നെ മൻസൂറിൻ്റെ കാലത്തൊക്കെ നടന്നതുപോലെ യുദ്ധങ്ങളും കോൺഫ്ലിക്റ്റുകളും റിബല്യനുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കാലഘട്ടത്തിലെല്ലാം ശക്തമായും ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ കൂടുതൽ ഭദ്രമായി നിലനിർത്തുവാനും അദ്ദേഹത്തിന് മുഴുവൻ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഫോഴ്സ്ഫുള്ളി അപ്ലൈ ചെയ്യുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാവുന്നത് മഅ്മൂൻ്റെ കാലത്ത് തന്നെയാണ്. അതാണ് മുഅ്തസിലി വിഭാഗത്തിൻ്റെ ഒരു വളർച്ച ഉണ്ടാവുന്നത്. മഅ്മൂൻ്റെ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരുടെ നല്ലൊരു സ്വാധീനം ഉണ്ടാവുന്നുണ്ട്. വിവിധ പണ്ഡിത സമൂഹങ്ങളും അവരുമായിട്ടുള്ള ഡിബേറ്റുകളും മഅ്മൂൻ്റെ കാലത്ത് സജീവമാവുന്നു. ഈ ഒരു ഡിബേറ്റിൻ്റെ ഭാഗമായി തന്നെ ഒരു വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഡിബേറ്റുകൾ ഉണ്ടാവുന്നു. ഈ ഡിബേറ്റുകൾ മഅ്മൂനിൽ ശക്തമായ സ്വാധീനം ചെലുത്തുകയും അങ്ങനെ മുഅ്തസിലി ചിന്താധാരയെ ഇദ്ദേഹം ഒരു സ്റ്റേറ്റ് ഒഫീഷ്യൽ ഒരു മെത്രോളജിയായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഷേഖ് ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ള ചില ആൾക്കാർ അത് എതിർക്കുകയും പക്ഷേ അവരെയൊക്കെ ശക്തമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നതും മഅ്മൂൻ്റെ കാലത്ത് നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഇതിനെ ഒരുപക്ഷെ അൽ മിൻഹ, പരീക്ഷണ കാലഘട്ടം എന്നും വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇതിന് ശേഷം മഅ്മൂന് ശേഷം ആരൊക്കെ ഭരണാധികാരിയായി വന്നോ, പ്രത്യേകിച്ചും മുഅ്തസിം വരെയുള്ള അല്ലെങ്കിൽ മുത്തവക്കിലിൻ്റെ കാലഘട്ടം വരെയും അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വരെയും മുഅ്തസിലി ചിന്ത അവിടുത്തെ ഒരു തിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു വൈജ്ഞാനിക മേഖലയിൽ ആധിപത്യം ചെലുത്തിയതായും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ്, അതായത് മിൻഹ തുടങ്ങുന്നത്. അബ്ബാസി ഖിലാഫത്തിലെ മുഅ്തസിലി ചിന്താധാരയുള്ള ആ പണ്ഡിതന്മാരുടെ ശക്തമായ സ്വാധീനമുണ്ടാവുകയും അതുപോലെ തന്നെ അഹ്ലുസുന്നത്തിൻ്റെ, അതായത് മുഅ്തസിലി ചിന്തയെ ശക്തമായി എതിർക്കുന്ന ആൾക്കാരെ, ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ള ആൾക്കാർ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നതെല്ലാം ഇദ്ദേഹത്തിൻ്റെ കാലത്തും കൂടിയാണ്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുത കൂടിയാണ്. അതുപോലെ തന്നെ 832 കാലഘട്ടത്തിൽ ഈജിപ്തിലും അതുപോലെ തന്നെ വിവിധ റിവോൾട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അദ്ദേഹവും മഅ്മൂൻ ഇതിനെയൊക്കെ അടിച്ചൊതുക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഷീഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒരു കലാപത്തിന് സാക്ഷ്യം വഹിച്ച ഒരു ചരിത്രവും കൂടി ഉണ്ടാവുന്നത് മഅ്മൂൻ്റെ കാലത്തിലാണ്. അദ്ദേഹത്തെ അലി റളിയല്ലാഹു എന്ന് വിളിക്കപ്പെടുന്ന ഷിയാക്കളുടെ പ്രധാനപ്പെട്ട ഇമാമുമാരിൽ ഒരാളായ അദ്ദേഹത്തെ വധിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിക്കാൻ ഓർഡർ ഇടുന്നതും മഅ്മൂനാണ് എന്നത് പറയപ്പെടുന്നു. ഇത് സംഭവിക്കുന്നത് 832 അതായത് മഅ്മൂൻ്റെ മരണത്തിന് തൊട്ട് മുമ്പുള്ള വർഷമാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഅ്മൂനിനെ, അബ്ബാസി ഖിലാഫത്തിനെ നേരത്തെ അലവി വിഭാഗങ്ങൾ, ഷിഈ അഹ്ലുബൈത്ത് വിഭാഗങ്ങൾ അബ്ബാസി ഖിലാഫത്തിനെ അവരുടെ ചിന്തയ്ക്കും അവർക്കുള്ള ഒരു നവജാഗരണത്തിനുള്ള മാർഗമായിട്ടാണ് കണ്ടതെങ്കിൽ പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത്
ഇവരോട് തന്നെ വിവിധ അഹ്ലുബൈത്ത് ഫാമിലുള്ള ആൾക്കാർ ശക്തമായി പോരാടുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഏത് വിഭാഗത്തിൻ്റെ സപ്പോർട്ടോട് കൂടിയാണോ അബ്ബാസി ഖിലാഫത്ത് അധികാരത്തിലേറുന്നതും, എന്നാൽ പിന്നീട് ആ വിഭാഗം തന്നെ അഹ്ലുബൈത്ത് ഷിഈ വിഭാഗങ്ങൾ തന്നെ അബ്ബാസി ഖിലാഫത്തിനെതിരെ നേരെ തിരിയുന്നതും കാണുവാൻ കഴിയും. അതിൽ കൂടുതൽ ശക്തമായ ഒരു വഴി ഒരുക്കി കൊടുക്കുന്നത് ഇമാം അലി റിള എന്നവർ വിളിക്കുന്ന ആ മഹാനായ പണ്ഡിതൻ്റെ അഹ്ലുബൈത്ത് നേതാവിൻ്റെ വധത്തോടും കൂടിയാണ്. അതും സംഭവിക്കുന്നത് മഅ്മൂൻ്റെ കാലഘട്ടത്തിൽ 832 കാലഘട്ടത്തിലാണ്. അതിനുശേഷം 833 അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി മുഅ്തസിം അധികാരത്തിലേറുകയാണ്. 833 മുതൽ 842 വരെ ഏകദേശം 9-10 വർഷം നീണ്ടു നിൽക്കുന്ന ആ കാലഘട്ടമാണ് മുഅ്തസിമിൻ്റെ കാലഘട്ടം. ഹാറൂൺ റഷീദിൻ്റെ തന്നെ മകനായ ഒരു ഇളയ മകനായ ഇദ്ദേഹം അത് കൂടുതൽ ആ മുൻകാലങ്ങളിലെ ഭരണകർത്താക്കൾ എന്ത് സമീപനമാണോ സ്വീകരിച്ചത്, അഡ്മിനിസ്ട്രേറ്റീവ്, മത, വൈജ്ഞാനിക ചർച്ചകളിലെല്ലാം അതേ സമീപനം തന്നെ സ്വീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു അധികാര കൈമാറ്റം ബാക്കിയുള്ള ഭരണകർത്താക്കളെക്കാളും കുറച്ചും കൂടി സിമ്പിളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ അൽ അബ്ബാസ് എന്ന് വിളിക്കപ്പെടുന്ന ആളുടെ ഒരു സക്സസ്സുമായി ബന്ധപ്പെട്ട്, അതായത് അധികാര കൈമാറ്റം ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് വലിയ വിഷയമായി ഇദ്ദേഹത്തിൻ്റെ കാലത്ത് വന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായി അദ്ദേഹത്തിന് ഖലീഫയായി മാറുവാൻ കഴിഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. താഹിരി ഡൈനാസ്റ്റിക്കെതിരെയും, അതായത് ഖുറാസാൻ, ബാഗ്ദാദ് ഒക്കെ ഭാഗത്തൊക്കെ ഒരു അധികാര സാന്നിധ്യം നിലനിർത്തിയിരുന്ന താഹിരി ഡൈനാസ്റ്റി, അതിനെതിരെയും ഇദ്ദേഹത്തിന് യുദ്ധം ചെയ്യുന്നുണ്ട് മുഅ്തസിം. ഈ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു 8-9-10 വർഷ കാലഘട്ടത്തിൽ ചില യുദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഅ്തസിലി ചിന്താധാര മുഅ്തസിമിൻ്റെ കാലത്തും പഴയതുപോലെ തന്നെ ശക്തമായി നിലനിൽക്കുന്നു. പണ്ഡിതന്മാർക്കെതിരെ നിരവധി വധങ്ങളും സംഭവിക്കുന്നത് മിൻഹ എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു കാലഘട്ടം മുഅ്തസിമിൻ്റെ കാലഘട്ടത്തിലും അത് ശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതും നമുക്ക് കാണുവാൻ കഴിയുന്നൊരു വസ്തുതയാണ്. മറ്റൊരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു വസ്തുത, ചരിത്രകാരന്മാർ പ്രധാനമായും നോട്ട് ചെയ്തൊരു വസ്തുത, തുർക്ക് വംശജരായ മിലിറ്ററി കമാൻഡറുകളുടെ, പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ, സ്ട്രാറ്റജിസ്റ്റുകളുടെ ശക്തമായ സ്വാധീനം മുഅ്തസിമിൻ്റെ കാലത്ത് കൂടുതൽ പ്രകടമാകുന്നു എന്നത് ഈ ഒരു കാലഘട്ടത്തെ നിരൂപണം ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില റിവോൾട്ടുകൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും 835 മുതൽ 37 വരെ ഖുറാമികൾക്കെതിരെ ഇദ്ദേഹം യുദ്ധം ചെയ്യുന്നു. 834 മസിയർ ഭാഗത്തെ ചില വിഭാഗങ്ങൾക്കെതിരെ അദ്ദേഹം യുദ്ധം ചെയ്യുന്നു. 838 ബൈസാൻഡിയൻ ചില ആക്രമണങ്ങൾ ഉണ്ടാവുകയും ബൈസാൻഡിയക്കാരെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് മുഅ്തസിം. അതായത് ഇസ്ലാമിക രാഷ്ട്രീയ ലോകത്തെ സംരക്ഷിച്ച് നിർത്തുക, അതുപോലെ തന്നെ അബ്ബാസി ഖിലാഫത്തിൻ്റെ പൊളിറ്റിക്കൽ അതോറിറ്റിയെ കൂടുതൽ ഭദ്രമാക്കുക എന്ന് ചെയ്യുന്നതോടൊപ്പം തന്നെയും പക്ഷേ ഇൻ്റർണലി ഒരുപാട് കോൺഫ്ലിക്റ്റുകളെ അദ്ദേഹം അടിച്ചമർത്തുകയും അതേസമയം തന്നെ ഈ വൈജ്ഞാനിക ഇസ്ലാമിക മേഖലകളിൽ മുഅ്തസിലി ചിന്താധാരയ്ക്ക് ശക്തമായ അവരുടെ ഒരു ആധിപത്യം അതേപടി ഇദ്ദേഹവും നിലനിർത്തുകയും ചെയ്യുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ പൊതുവായി മുഅ്തസിമിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനത്തെക്കുറിച്ച് ചില ചരിത്രകാരന്മാർ പറയുന്നത് പൊതുവേ ഏറെക്കുറെ ഒരു നല്ല രീതിയിലായിരുന്നു. കാരണം ഇത്രയും വിശാലമായ ലോകത്തിൽ അധികാരം കൊണ്ടുപോകണമെങ്കിൽ ഈ വിശാലമായ ലോകത്തുള്ള നോൺ അറബുകളായ സ്ട്രാറ്റജിസ്റ്റുകളെയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ അഡ്വൈസേഴ്സിനെയും മിലിറ്ററി കമാൻഡറുകളുടെയും ശക്തമായ ആവശ്യം വേണമായിരുന്നു. ഈ ആവശ്യത്തെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഒരു സാന്നിധ്യത്തെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതലൊരു അധികാര കേന്ദ്രീകരണവും മുഅ്തസിമിൻ്റെ കാലത്ത് സംഭവിക്കുന്നതായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ ചിലരെ ഇപ്പം ബൂഗ എന്ന് വിളിക്കപ്പെടുന്ന ഒരു തുർക്കിഷ് കമാൻഡർ, ബൂഗ, ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരു തുർക്കിക്കാരനാണ്. അതുപോലെ തന്നെ ഒരുപാട് യുദ്ധങ്ങൾ നോൺ അറബുകളുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ ഇദ്ദേഹം ഉണ്ടാകുന്നുണ്ട്. അറബികളെക്കാളും നോൺ അറബ് മിലിറ്ററി കമാൻഡറുകളെ കൂടുതൽ ഉപയോഗിക്കുന്നതും ഈ മുഅ്തസിമിൻ്റെ കാലത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് പൊസിഷൻ
ഒരു ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത് സാമറയിലെ ഇറാഖിലെ തന്നെ ഭാഗമായ ബാഗ്ദാദിൽ നിന്ന് മാറി കുറച്ച് നീങ്ങി സാമറയുടെ ഒരു രൂപീകരണമാണ്, അതിലൊരു സ്ഥാപനമാണ്. അത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് സംഭവിക്കുന്നത്. 836 ശേഷമാണ് മുഅ്തസിം ഈ സാമറയൊക്കെ രൂപീകരിക്കുന്നത്. ഈ സമറയുടെ രൂപീകരണവും പിന്നീട് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ ഒരു അബ്ബാസി ഖിലാഫത്തിൻ്റെ ഭരണനിർവഹണവും മുഅ്തസിമിൻ്റെ കാലഘട്ടത്തിലാണ് തുടങ്ങുന്നത്. കാരണം ബാഗ്ദാദിൻ്റെ ചുറ്റുവട്ടത്ത് താഹിരികൾ പോലുള്ള ചെറുതും വലുതുമായ ചില ഡൈനാസ്റ്റികൾ, ചില ചെറിയ ഇൻഡിപെൻഡൻറ്റ് റൂളേഴ്സുകൾ പൊങ്ങി വന്നതും ചില റിവോൾട്ടുകൾ ഉണ്ടാവുന്നതും ഇദ്ദേഹത്തിന് പുതിയ ഒരു നഗര രൂപീകരണം, ഒരു ക്യാപിറ്റൽ രൂപീകരണത്തിലേക്ക് വഴിതെളിച്ചു എന്നുള്ളതാണ് 836 ശേഷം സാമറ രൂപീകരിക്കുവാൻ മുഅ്തസിമിനെ പ്രേരിപ്പിച്ചത്. അങ്ങനെയാണ് മുഅ്തസിമിൻ്റെ കാലഘട്ടത്തിന് ശേഷം, ഇതാണ് മുഅ്തസിമിൻ്റെ ഒരു ചുരുങ്ങിയ രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഭരണ അഡ്മിനിസ്ട്രേറ്റീവ് അച്ചീവ്മെൻറ്റുകളൊക്കെ. അതിനുശേഷം അധികാരത്തിൽ വരുന്നത് വാസിക്കാണ്. 842 മുതൽ 847 വരെ നീണ്ടു നിൽക്കുന്ന കാലമാണ് വാസിക്കിൻ്റെ കാലഘട്ടം. ഈ ഒരു കാലഘട്ടം സ്വാഭാവികമായും നേരത്തെ മുഅ്തസിമിൻ്റെ അതേ രീതി തന്നെയാണ് വാസിക്കും തുടർന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണ നിർവഹണ മേഖലകളിലും അതുപോലെ തന്നെ തുർക്കി ഡൈനാസ്റ്റി, തുർക്കി കമാൻഡേഴ്സിനെയും പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ഉപയോഗിക്കുന്ന കാര്യത്തിലും മുഅ്തസിലി ചിന്ത, തിയോളജിക്കൽ മെത്തഡോളജി ഫോളോ ചെയ്യുന്ന കാര്യത്തിലൊന്നും യാതൊരു വ്യത്യാസവും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. വാസിക്കിൻ്റെ കാലത്തും നിരവധി റെബല്യൻ ഉണ്ടാവുന്നുണ്ട്. മദീന കേന്ദ്രീകരിച്ചിട്ടുള്ള ചില ബദവികളുടെ റെബല്യൻ ഇദ്ദേഹം അടിച്ചൊതുക്കുന്നുണ്ട്. ബനു സുലൈം ട്രൈബിൻ്റെ നേതൃത്വത്തിലുണ്ടാവുന്ന ഈ ഒരു റെബല്യനെ ഇദ്ദേഹം പരാജയപ്പെടുത്താൻ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ബനു നുമൈർ, യമാമ കേന്ദ്രീകരിച്ചിട്ടുള്ള ബനു നുമൈർ ഗോത്രം 846 ചില റിബല്യനുകൾ നടത്തുന്നുണ്ട്. അതിനെയും ഇദ്ദേഹം പരാജയപ്പെടുത്തുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മുഅ്തസിലി ചിന്തയും കൂടുതൽ പവർഫുള്ളായി ഇദ്ദേഹത്തിൻ്റെ കാലത്തും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. ആ ഒരു കാലത്തിലാണ് പ്രധാനപ്പെട്ട ഫഖീഹായ അൽ ഖുസായിയെ ഇവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം വധിക്കുന്നതും ഈ ഒരു കാലഘട്ടത്തിൽ. അദ്ദേഹം ഷഹാദത്ത് വരിക്കുന്നതും ഖുസായി മരിക്കുന്നതും അല്ലെങ്കിൽ ഷഹീദാവുന്നതും ഈ വാസിക്കിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ ബൈസാന്ത്യക്കാരുമായിട്ടുള്ള യുദ്ധം ഉണ്ടാവുകയും 838 ആ യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തുകയും ആ ഒരു പരാജയം പതനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അബ്ബാസി ഖിലാഫത്തിൻ്റെ ഒരു മേജർ വിക്ടറികളിൽ ഒന്നായിരുന്നു. ഈ ഒരു പരാജയത്തോടുകൂടി പിന്നീട് 844 ഇതേ ബൈസാന്റിയൻ സാമ്രാജ്യത്തിലെ പ്രതിനിധികൾ വാസിക്കുമായി ചർച്ചയ്ക്ക് തയ്യാറാവുന്ന ആ ഒരു തരത്തിലേക്ക് പോലും സറണ്ടർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാക്കുന്നത് വാസിക്കിൻ്റെ കാലഘട്ടത്തിലാണ്. അങ്ങനെ ആ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയും ഈ യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും തടവുപുള്ളികളെയൊക്കെ പിടിച്ചു വെക്കുമല്ലോ. ഇവരെ ഈ പ്രിസണർ എക്സ്ചേഞ്ച് എന്ന് വിളിക്കപ്പെടുന്ന തടവുപുള്ളികളുടെ കൈമാറ്റത്തിനും ഈ ഒരു ചർച്ചകൾ വഴിയൊരുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ബൈസാന്റിയൻ സാമ്രാജ്യത്തിൻ്റെ അവസാനമുണ്ടായിരുന്ന റോമൻ എംപയറിൻ്റെ അവരുടെ പവറിനെ ഇല്ലാതാക്കുക, വളരെ അടിയറവ് പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം പോലും വാസിക്കിൻ്റെ കാലത്തുണ്ടാവുന്നു എന്നുള്ളത് അന്നത്തെ ഒരു മുസ്ലിം രാഷ്ട്രീയ പ്രാതിനിധ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിക്ടറി ആയിട്ടാണ് ചരിത്രകാരന്മാർ കണക്കുകൂട്ടുന്നത്. പിന്നീടാണ് അവസാനം 847 മുതൽ 861 വരെ ഭരിക്കുന്ന മുത്തവക്കിലിൻ്റെ ഭരണകാലഘട്ടം ഉണ്ടാവുന്നത്. മുത്തവക്കിൽ വാസിക്കിൻ്റെ സഹോദരനാണ്. അൽ മുത്തവക്കിൽ അലല്ലാ ജാഫർ എന്നാണ് അദ്ദേഹത്തിൻ്റെ, ജാഫർ ബിൻ മുഅ്തസിം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര്. ഒരു പൂർണ്ണ നാമം ഇങ്ങനെയാണ്, മുത്തവക്കിൽ അലല്ലാ ജാഫർ ബിൻ മുഅ്തസിം. 847 മുതൽ 861 വരെയുള്ള കാലഘട്ടമാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം. ഈ ഒരു കാലഘട്ടം, അതായത് മുത്തവക്കിലിൻ്റെ കാലഘട്ടം വരെയാണ്, 861 വരെയുള്ള കാലമാണ് അബ്ബാസി ഖിലാഫത്തിൻ്റെ ശക്തമായ കാലഘട്ടം. ഇദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടിയും അദ്ദേഹത്തിൻ്റെ മകനായ മുൻതസിർ അധികാരത്തിലേറുന്നതോടുകൂടി അബ്ബാസി ഖിലാഫത്ത് തകർച്ചയിലേക്ക് എത്തുകയും ഇവരുടെ പുതിയ ക്യാപിറ്റലായ സാമറയിൽ ഒരുപാട് റിവോൾട്ടുകൾ ഉണ്ടാവുകയും
പിന്നീട് 9-10 നൂറ്റാണ്ടുകളിൽ ചെറുതും വലുതുമായ ഒരുപാട് ഡൈനാസ്റ്റികൾ രൂപീകരിക്കപ്പെടുകയും അങ്ങനെ ഖിലാഫത്തിൻ്റെ പതനം യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്നുണ്ട്. അത് തുടങ്ങുന്നത് ഇദ്ദേഹത്തിൻ്റെ മുത്തവക്കിലിൻ്റെ മരണത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ മുത്തവക്കിലിൻ്റെ മരണത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മുഅ്തസിലി തിയോളജിക്കൽ ഡൈമെൻഷനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യുകയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലത്തും തുർക്കുകളായ ഒരുപാട് പേർ, പ്രത്യേകിച്ച് ഇത്താഖ് പോലുള്ള, അതുപോലെ തന്നെ വാസിഫ് അൽ തുർക്കി എന്നൊക്കെ വിളിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഇത്താഖ്, അതുപോലെ തന്നെ വാസിഫുൽ തുർക്കി എന്ന് വിളിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട തുർക്കി ലീഡേഴ്സൊക്കെയും ശക്തമായ സാന്നിധ്യവും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും ഉണ്ടാവുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലും വിവിധ ഒരു യുദ്ധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഒരു കള്ളപ്രവാചകൻ ഈ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. മഹ്മൂദ് ബിനുൽ ഫറജ് നൈസാപൂരി എന്ന് വിളിക്കപ്പെടുന്ന ഒരു കള്ളപ്രവാചകൻ. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും 850കളിൽ പരിപൂർണമായും സപ്രസ് ചെയ്യുകയും പരാജയപ്പെടുത്തുകയും തുരത്തി ഓടിക്കുകയും ചെയ്യുന്നത് മുത്തവക്കിലിൻ്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ഈ മുത്തവക്കിലിൻ്റെ കാലത്തിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ചില ഇൻഡിപെൻഡൻറ്റ് റൂളേഴ്സ് ഉയർന്നു വരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അതിനെയൊക്കെ ഇദ്ദേഹം പരാജയപ്പെടുത്തി കൂടുതൽ ഒരു അധികാര കേന്ദ്രീകൃതം, അത് നമ്മൾ പറയാമല്ലോ അവസാനത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ അബ്ബാസി ഖിലാഫത്ത് ഇദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി തകരുകയാണെങ്കിൽ, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു കൂടുതൽ പവർഫുള്ളായ സമീപനങ്ങൾ ഇദ്ദേഹം സ്വീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അർമീനിയ 50-കൾക്ക് ശേഷം 50-52 കാലഘട്ടത്തിൽ അർമീനിയയിലെ ചില റിബലുകൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാഖ് ഇറാൻ ഭാഗത്തിലുള്ള ചില റിബല്യൻ ഉണ്ടാവുന്നുണ്ട്. ഇതിനെയൊക്കെ അദ്ദേഹം പരാജയപ്പെടുത്തുന്നുണ്ട്. ഈജിപ്റ്റ് ഭാഗത്തെ ബേജ റിവോൾട്ട് എന്ന് വിളിക്കുന്ന ഈജിപ്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അവിടെ അബ്ബാസി ഖിലാഫത്തിനെതിരെ ചില റെവല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അതിനെയും അദ്ദേഹം പരാജയപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ബൈസാൻഡിയൻ ഭരണകൂടവുമായിട്ടുള്ള യുദ്ധം തുടരുന്നതും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. 856 ആ യുദ്ധത്തിലും പിടിച്ചെടുത്ത തടവുപുള്ളികളെ കൈമാറുന്ന ഒരു ചർച്ചകളും ഈ ഒരു കാലഘട്ടത്തിലും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് വലിയ ബിൽഡിങ്ങുകളുടെ രൂപീകരണം, പ്രത്യേകിച്ച് സാമറയിലെ പ്രധാനപ്പെട്ട മസ്ജിദ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു. ഒരുപാട് മദ്രസയും സ്ഥാപനങ്ങളും പള്ളികളുമെല്ലാം ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മുത്തവക്കിലിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഒരുപക്ഷെ ഇസ്ലാമിക ലോകത്തിന് കൂടുതൽ ഉപകാരപ്പെട്ടത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജയിൽ മോചനമാണ്. അതുപോലെ തന്നെ മുഅ്തസിലി ചിന്തകളുടെ നീക്കം ചെയ്യലാണ്. ഇത് ഒരുപക്ഷെ ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്ത് ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ വലിയൊരു സേവനമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടിയാണ് പിന്നീട് 861-62 ആയി ഒരു വർഷം മാത്രം ഭരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ മകൻ മുന്തസിറിൻ്റെ കാലഘട്ടത്തോടു കൂടി അബ്ബാസി ഖിലാഫത്ത് തകർച്ചയിലേക്ക് എത്തുകയും ചുറ്റുപാടും വിവിധ ഡൈനാസ്റ്റികൾ അധികാരത്തിലേറുകയും ചെയ്യുന്നു. നമുക്കറിയാം ഒരു ഖിലാഫത്ത് തകർച്ചതിലെ പ്രധാനപ്പെട്ട കാരണം അധികാരത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്, ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകളാണ്. അതുപോലെ തന്നെ ഇവരുടെ ഈ വലിയ ഒരു സാമ്രാജ്യം അവർക്ക് കൊണ്ടു നടക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ ഭാഗങ്ങളിൽ മുഴുവനും ഈ വിശാലമായ സാമ്രാജ്യത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലുള്ള ഇവരുടെ പരാജയം ആയിരുന്നു. അതുപോലെ തന്നെ ടാക്സ്, ഈ ഒരു സാമ്രാജ്യം നിലനിൽക്കണമെങ്കിൽ എക്കണോമി ഭദ്രമായിരിക്കണം. പക്ഷേ അവസാനം വരുന്നതോടുകൂടി ടാക്സ് കാശ് അയക്കുന്നതിന് പകരം അഗ്രികൾച്ചറൽ ഗുഡ്സ് അയക്കുന്നത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. കാരണം അതിനേക്കാളും ക്യാഷിൻ്റെ ആവശ്യമായിരുന്നു. അങ്ങനെ ഈ ടാക്സേഷനുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ വിശാലമായ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നതിലെ ചില ബുദ്ധിമുട്ടുകൾ, ദൗർബല്യം ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ നിരവധി ചെറുതും വലുതുമായ മുസ്ലിം ഡൈനാസ്റ്റികൾ രൂപപ്പെടുവാൻ കാരണമാകുന്നു. അതിൽ ബുയിദ് ഡൈനാസ്റ്റി, ഷിയഈ പക്ഷപാതിത്വമുള്ള ബുയിദ് ഡൈനാസ്റ്റി പോലുള്ള വിഭാഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഫാത്തിമി ഡൈനാസ്റ്റി 909 ഫാത്തിമി ഡൈനാസ്റ്റി ഈജിപ്റ്റ് കേന്ദ്രീകരിച്ചുണ്ടാവുന്നു. അതുപോലെ തന്നെ
ഇതിൽ വേറെ മഗ്ലബി ഡൈനാസ്റ്റി അടക്കമുള്ള വിവിധ ഡൈനാസ്റ്റികൾ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുന്നതും സെൽജൂക്കുകളായ കുറേ ആൾക്കാർ തുർക്കികളുടെ നേതൃത്വത്തിൽ 11-ാം നൂറ്റാണ്ടിൽ ശക്തമാവുന്നതും അതുപോലെ തന്നെ ബാഗ്ദാദിലുള്ള ചില ഭാഗങ്ങളിൽ ബോയിദ് ഡൈനാസ്റ്റി ശക്തമാവുന്നതും അതുപോലെ തന്നെ തുർക്കിഷ്, ബെർബർ, ബൈസാൻഡിയൻ, അബസീനിയൻ, ഗ്രീക്ക് ഇങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളിൽ ഈ അബ്ബാസി ഖിലാഫത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുകയും അവരവരുടേതായ അധികാര വികേന്ദ്രീകരണം നടത്തുന്നതുമെല്ലാം അബ്ബാസി ഖിലാഫത്തിൻ്റെ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണമായും മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ തുടക്കത്തിൽ നിന്ന് വളരെ ശക്തമായൊരു അധികാരം കേന്ദ്രീകരണം അവർ നടത്തിയെങ്കിൽ പോലും ഏകദേശം 9-ാം നൂറ്റാണ്ട് മുതൽ പിന്നീട് അങ്ങോട്ട് അധികാര വികേന്ദ്രീകരണം ഉണ്ടാവുന്നതും വിവിധ സൽത്തനത്തുകൾ രൂപപ്പെടുന്നതും ഖിലാഫത്ത് പേരിൽ മാത്രമായി അവശേഷിക്കുന്നതും അങ്ങനെ 11-12 നൂറ്റാണ്ടുകളിൽ തുർക്ക് വംശജരുടെ വിവിധ സൽത്തനത്തുകൾ മംലൂക്കുകളായിട്ടും അതുപോലെ തന്നെ സെൽജൂക്കുകളായും വിവിധ സൽത്തനത്തുകൾ രൂപപ്പെടുന്നതും ബൂയിദ് അതുപോലെ തന്നെ ഫാത്തിമി വിവിധ ഷിയഈ സൽത്തനത്തുകളും ഖിലാഫത്തുകളും രൂപപ്പെടുന്നതും അങ്ങനെ അവസാനം 1200കളുടെ പകുതിയോടുകൂടി ചെങ്കിസ് ഖാൻ്റെ പുത്രൻ്റെ നേതൃത്വത്തിൽ ഹുലാഖു ഖാൻ്റെ നേതൃത്വത്തിൽ ബാഗ്ദാദിലേക്ക് മംഗോൾ ആർമി വരികയും അങ്ങനെ അവസാനത്തെ ഖലീഫയും ആ അധികാരം മുഴുവൻ ഇല്ലാതാക്കി അബ്ബാസി ഖിലാഫത്തിൻ്റെ മുഴുവൻ പവറും ഇല്ലാതാക്കുന്നതോടു കൂടിയാണ് അബ്ബാസി ഖിലാഫത്തിൻ്റെ പതനം സംഭവിക്കുന്നതെന്നും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ 750 മുതൽ 1258 വരെ നീണ്ടു നിൽക്കുന്ന ഒരു നീണ്ട കാലയളവാണ് അബ്ബാസി ഖിലാഫത്തിൻ്റെ ഭരണകാലയളവ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.